ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് എക്സാമിനുള്ള റിവിഷനാണ് നടത്തുന്നത്. വാട്ട് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനീസിന് അവരുടെ ആക്ച്വൽ വർക്കിംഗ് പ്ലേസ് അല്ലാണ്ട് ആ ആക്ച്വൽ വർക്കിംഗ് പ്ലേസിൻ്റെ അതേ സെറ്റിങ്സ് ഉള്ള വേറൊരു സ്പെഷ്യൽ ഏരിയ ട്രെയിനിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്യും. അവിടെ ഈ വർക്ക് പ്ലേസിൽ സെയിം ഫർണിഷിങ്ങും സെയിം മെഷീൻസും ഒക്കെ തന്നെയായിരിക്കും ഈ സ്പെഷ്യൽ ഏരിയയിലും ഉണ്ടാവുക. ഈ സ്പെഷ്യൽ ഏരിയയിലായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലാണ്ട് ആക്ച്വൽ വർക്കിംഗ് പ്ലേസിലല്ല. അതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് ട്രെയിനീസ് ഉള്ള സിറ്റുവേഷൻ വരികയാണെങ്കിലാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ടു ബി ട്രെയിൻഡ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. കുറച്ച് ടൈമിൽ കുറേ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണമെങ്കിലാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിലെങ്ങനെയാണ്? സ്പെഷ്യൽ ഏരിയ ഓർ റൂം ഈ സെറ്റ് അസൈഡ് ഫ്രം ദി മെയിൻ പ്രൊഡക്ഷൻ ഏരിയ. മെയിൻ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് മാറി എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ ഏരിയ ക്രിയേറ്റ് ചെയ്യും. ദിസ് റൂം ഈസ് എക്യുപ്ഡ് വിത്ത് ഫർണിഷിങ് സിമിലർ ടു ദോസ് ഫൗണ്ട് ഇൻ ആക്ച്വൽ വർക്ക് പ്ലേസിൽ അതേമാതിരി തന്നെ ഫർണിഷിങ്ങും ഒക്കെ കാര്യങ്ങളും ഉണ്ടാവും. ദ ട്രെയിനി ഈസ് പെർമിറ്റ് ടു ലേൺ ആൻഡ് വർക്ക് അറ്റ് ദാറ്റ് പ്ലേസ്. ആ സ്പെഷ്യൽ ഏരിയയിലായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലാണ്ട് ആക്ച്വൽ വർക്കിംഗ് പ്ലേസിലായിരിക്കില്ല. ഇതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആക്ച്വൽ വർക്കിംഗ് പ്ലേസിലല്ല, ആ സെയിം ആക്ച്വൽ വർക്കിംഗ് പ്ലേസിൻ്റെ സെയിം ഫർണിഷിങ്ങും കാര്യങ്ങളും ഉള്ള വേറൊരു സ്പെഷ്യൽ ഏരിയ സെറ്റ് ചെയ്തിട്ട് അവിടെയായിരിക്കും എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ സെലക്ഷൻ? നമുക്കെല്ലാവർക്കും അറിയാലോ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ഓൾ ദ അപ്ലിക്കൻസ്. നമുക്കറിയാം ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് വരും. ഈ അപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ഓർഗനൈസേഷന് ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുക. സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റിന് ശേഷമാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺസിനെ ഓർഗനൈസേഷന് വേണ്ടി ചൂസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്ട്രെസ് ഇൻ്റർവ്യൂ? ഈ സ്ട്രെസ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ കാൻഡിഡേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെസ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അതായത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ കാൻഡിഡേറ്റിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിട്ട് ഈ ഇൻ്റർവ്യൂവർ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തെടുക്കും. ആ പ്രോബ്ലം അവരുടെ റെസ്പോൺസ് അവരെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് ക്രിയേറ്റ് സിറ്റുവേഷൻ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യും ദ കാൻഡിഡേറ്റ് ടു റിയാക്ട്. ഒരു പർപ്പസ്ഫുള്ളിയും നോയിങ്ങിലിയും ഇൻ്റർവ്യൂവർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് ആ സിറ്റുവേഷനിൽ അവർ റിയാക്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ഇത്രയേ ഉള്ളൂ. സ്ട്രെസ് ഇൻ്റർവ്യൂവിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയാനായിട്ട് ഇൻ്റർവ്യൂവർ ഇതൊരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഈസ് കണ്ടക്റ്റഡ് ടു നോ ഹൗ എ കാൻഡിഡേറ്റ് ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ദ മെമ്പേഴ്സ് ഓഫ് ദി ഇൻ്റർവ്യൂ ബോർഡിലുള്ള മെമ്പേഴ്സ് പർപ്പസ്ഫുള്ളിയും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് മോട്ടിവേറ്റ് ദ കാൻഡിഡേറ്റ് ടു റിയാക്ട്. ആ സിറ്റുവേഷനിൽ അവർ റിയാക്ട് ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് എങ്ങനെ അവർ റിയാക്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഒരു സിറ്റുവേഷൻ ഇൻ്റർവ്യൂവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ? ഇൻഡക്ഷനെ പറയുന്ന വേറൊരു പേരാണ് ഓറിയൻറ്റേഷൻ.
അതായത് ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എംപ്ലോയിനെ പുതിയതായിട്ട് ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തു. ആ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ പുതിയൊരു ആളാണ്. അയാൾക്ക് ഓർഗനൈസേഷനെ പറ്റി ഒന്നും അറിയില്ല, അവിടുത്തെ എംപ്ലോയീസിനെ പറ്റി അറിയില്ല, അവിടുത്തെ റൂൾസ് റെഗുലേഷൻ എന്താണെന്ന് അറിയില്ല, അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്ന് അറിയില്ല, ഒന്നിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവർക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ചും അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി അവരെ ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നോക്കാം. ഇൻഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡ്യൂക്റ്റിംഗ് ആൻ എംപ്ലോയി ഇൻ ടു ദി സോഷ്യൽ സെറ്റപ്പ് ഓഫ് ഹിസ് വർക്ക്. സോഷ്യൽ വർക്ക് ആ പുതിയൊരു അറ്റ്മോസ്ഫിയറായിട്ട് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ പ്ലേസ്മെൻറ്റ്? നിങ്ങൾക്കറിയാലോ പ്ലേസ്മെൻറ്റ് എന്താണെന്ന്. പ്ലേസ്മെൻറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ ഡിസിഷൻ ടു പ്ലേസ് എ സെലക്റ്റഡ് ഇൻഡിവിജ്വൽ ഇൻ വൺ ജോബ് ദാൻ അതർ. അതായത് ഇപ്പോൾ ഒരു ജോബിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യും, ഇൻഡിവിജ്വൽസിനെ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ ആ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഡാഷ് ഈസ് റിലേറ്റഡ് വിത്ത് എ ഡിസിഷൻ ടു പ്ലേസ് എ സെലക്റ്റഡ് ഇൻഡിവിജ്വൽ ഇൻ വൺ ജോബ് ദാൻ അതർ. അതിൻ്റെ ആൻസർ വരുന്നത് പ്ലേസ്മെൻ്റ് ആണ്. സെലക്ട് ചെയ്തവരെ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അവരെ ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫോർമൽ ഇൻ്റർവ്യൂ? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതായത് ഫോർമൽ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഫോർമൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഫോർമൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, നേരത്തെ കൂട്ടി ടൈമും ഡേറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനെ നേരത്തെ കൂട്ടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോർമൽ പ്രൊസീജിയറിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവിനെയാണ് നമ്മൾ ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ ഫോർമൽ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ ചാമ്പർ ഓഫ് ജനറൽ മാനേജർ ഓർ പേഴ്സണൽ മാനേജർ. ജനറൽ മാനേജറും പേഴ്സണൽ മാനേജറും ഉള്ള ഒരു ചാമ്പർ ഓഫ് ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഈ ഫോർമൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. കാൻഡിഡേറ്റ് ആർ ഇൻഫോംഡ് അബൌട്ട് ഇൻ്റർവ്യൂ ഇൻ അഡ്വാൻസ്. നേരത്തെ കൂട്ടി അവർ ഇൻ്റർവ്യൂവിനുള്ളവരെ വിളിച്ചു പറയും. അതിൻ്റെ ഡേറ്റ്, ടൈം, എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്ത് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തെന്നൊരു ഇൻ്റർവ്യൂവിനെയാണ് നമ്മൾ ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദ പ്ലേസ്, ഡേറ്റ് ഓഫ് ദി ഇൻ്റർവ്യൂ ആർ ഷോൺ ഇൻ ഇൻ്റർവ്യൂ കാർഡ്. ആ പ്ലേസും ഡേറ്റും എല്ലാ ഇൻ്റർവ്യൂ കാർഡിൽ എഴുതിയിട്ടുണ്ടാകും. എല്ലാം ഫോർമലായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇതിനെയാണ് ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇൻഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്ലേസോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിലൊന്നും അയക്കില്ല, എവിടെയെങ്കിലും വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂ, ഒന്നും പ്ലാൻ ചെയ്ത് അയക്കില്ല, പെട്ടെന്ന് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഇൻ്റർവ്യൂ. അതിന് പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ നേരത്തെ കൂട്ടി ഡേറ്റ് ഒന്നുമില്ല. ഫോർമലായിട്ടല്ലേ ഇൻഫോർമലായിട്ടാണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ നടത്താം. നെക്സ്റ്റ് വന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മീനിങ് തന്നെ എഴുതാൻ പറ്റും. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മീൻസ് ഇൻക്രീസിങ് ദ സ്കിൽ, എബിലിറ്റി ആൻഡ് നോളേജ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് എബൌട്ട് എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ സ്കില്ല്, നോളേജ്, എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതിൽ ഈ ട്രെയിനിങ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അവരുടെ ഫുൾ ഓൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിൽ, എബിലിറ്റി മാത്രമാണ്. ഇതെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ എന്ന നിലയിൽ ഫുൾ അയാൾക്ക് ഡെവലപ്മെൻറ്റ്, അയാൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇത് വരുത്തുന്നതാണ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് ട്രെയിനിങ് ഫോർ നോൺ മാനേജറിയൽ പേഴ്സണാണ്. മാനേജറിയലല്ല, നോൺ മാനേജറിയൽ. അതായത് അവരുടെ സ്കിൽ, എബിലിറ്റി ഒക്കെ കൂട്ടാനായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന ജോബാണ് ഇതിനെയാണ് നമ്മൾ പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ മാനേജറിയൽ പേഴ്സൺസിനാണ്. ഇത് ട്രെയിനിങ് നോൺ മാനേജറിയലും ഡെവലപ്മെൻറ്റ് മാനേജറിയൽ പേഴ്സൺസിനാണ്. പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്കുള്ളതാണ്. നമുക്കറിയാമല്ലോ ട്രെയിനിങ് ഇപ്പോൾ ജോബിന് മുമ്പ് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഷോർട്ട് ടൈമാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് വരില്ല, അത് ലോങ് ടേം ആണ്.
പിന്നെ പറയുന്നത് പർപ്പസ്, എന്തിനു വേണ്ടിയാണ് ട്രെയിനിങ് നടത്തുന്നത്, എന്തിനാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. ദ പർപ്പസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ഡെവലപ്പ് സ്പെസിഫിക് ആൻഡ് ജോബ് റിലേറ്റഡ് സ്കിൽ. ഒരു പർട്ടിക്കുലർ സ്കില്ല് അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ നോളേജ് റിലേറ്റിംഗ് ടു ദി ജോബ്, ആ ജോബിൻ്റെ ഒരു അത് ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെൻറ്റോ, ദ എയിം ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ടു ഡെവലപ്പ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിൻ്റെ ടോട്ടലി ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ് വരുത്താനാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അതാണ് ഡെവലപ്മെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ട്രെയിനിങ് പ്രിപ്പയേഴ്സ് എംപ്ലോയീസ് ഫോർ പെർഫോമിങ് പ്രസൻറ്റ് ജോബ് നീഡ്. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ജോബ് നന്നായി ചെയ്യാനായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിലേക്ക്, അവർക്ക് മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ ഫ്യൂച്ചറിലേക്കും അത് ബെനിഫിറ്റാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ നീഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ജോബ്, പ്രസൻറ്റ് സിറ്റുവേഷന്, ഷോർട്ട് ടൈം പീരീഡിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ആ മെത്തേഡ് ഓഫ് ട്രെയിനിങ്ങും എസ്ഐക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.